എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സൗദി ഷവർമയാണ്. ഇക്കാൻ്റെ കൂടെ സൗദിയിലായിരുന്നപ്പോൾ അവിടുന്ന് കഴിക്കുന്ന ഷവർമക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ആയില്ലെങ്കിലും ഏകദേശം ആ ഒരു ടേസ്റ്റിലേക്ക് ഞാൻ ഈ ഒരു ഷവർമയെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വേണം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഷവർമയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ പൊട്ടാറ്റോ എടുക്കണം, അതുപോലെ ചിക്കനും. ഇത് രണ്ടും മസ്റ്റായിട്ടുള്ള 2 ഐറ്റം തന്നെയാണ് ഈ ഒരു ഷവർമക്ക്. പൊട്ടാറ്റോ കുറച്ചധികം തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കണം, അതും ഫ്രഞ്ച് ഫ്രൈ തന്നെ. ഇനി ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കുക നിങ്ങൾക്കറിയില്ലേ? ആവശ്യമുള്ള പൊട്ടാറ്റോ എടുത്ത് കഴുകി കുക്കറിൽ ഒരു 2 വിസിലടിക്കുക. അതൊന്ന് ചൂടാറിയതിന് ശേഷം അതൊന്ന് നമ്മളെ ആവശ്യത്തിന് ഇങ്ങനെ നീളനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഐസ് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കണം. അങ്ങനെ കുറച്ച് നേരം ഐസ് വെള്ളത്തിൽ അതിനെ ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തണുപ്പിനെ ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രീസ് ചെയ്ത് എടുത്താലും മതി. പൊട്ടാറ്റോ കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്തെടുക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അകം ഭാഗം ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ എൻ്റെ ഷവർമ ഒരു 6 ഷവർമയാണ് തയ്യാറാക്കാൻ വിചാരിക്കുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള പൊട്ടാറ്റോ ഞാൻ അതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അത് ഉപ്പിടാതെ കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഒട്ടും ഉപ്പില്ലാണ്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. നമ്മുടെ ആവശ്യാനുസരണം ലാസ്റ്റ് ഇതൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് വിതറുകയോ ചെയ്യാം. ഉപ്പില്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും നമുക്ക് ഈ ഒരു ഷവർമയിൽ ഇത് ആഡ് ചെയ്യാം. അങ്ങനെ ഞാൻ കുറച്ചധികം പൊട്ടാറ്റോ ഒക്കെ ഇങ്ങനെ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഭയങ്കര ക്രിസ്പി ആയിട്ട് കണ്ടോ, അങ്ങനെ വേറെ രീതിയിൽ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ പൊട്ടാറ്റോയുടെ തൊലിയൊന്നും കളയാതെയാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം മേഗം ചെയ്ത് വെച്ച ഈ എല്ലില്ലാത്ത കുറച്ച് ചിക്കനുകളെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ നീളനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കനെ. അത് ഒട്ടും എല്ലില്ലാത്തതും കൂടിയാണ്. അങ്ങനെ പാനിൽ എല്ലാ ചിക്കനെയും അടക്കി പെറുക്കി വെക്കുന്നുണ്ട്. ഒന്ന് പാനിൽ ചിക്കനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്, ഒരു ലോ ഫ്ലെയിമിൽ. അപ്പോൾ ചിക്കനിൽ ഉപയോഗിച്ച പൊടികൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞു തരാം. കുരുമുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് ആഡ് ചെയ്യാം. അതായത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് എരിവൊന്നും അവർക്ക് പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുരുമുളക് പൊടി, നമ്മുടെയും കുട്ടികളുടെയൊക്കെ എരിവിനനുസരിച്ച്. വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയേ വേണ്ടുള്ളൂ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് സ്പൈസസ് ഒന്നുമില്ല. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളർ എന്നുള്ള ആ ഒരു ഇതിന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു റെഡ് കളർ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ വലിയുന്ന ശബ്ദമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ആ ചിക്കനിൽ നിന്നുള്ള വെള്ളം വലിഞ്ഞ് അത് നമ്മൾ ചിക്കനിൽ തന്നെ ഇങ്ങനെ പിടിക്കണം. അതിൻ്റെ ചിക്കനിൽ നിന്നുള്ള വെള്ളം നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെട്ട്, അതായത് നമ്മൾ ഈ കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവർ നഷ്ടപ്പെട്ടാൽ പിന്നെ ഒട്ടും നമുക്ക് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ അവിടെ കിട്ടില്ല. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഫ്ലേവറും ഇപ്പോൾ ചിക്കൻ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളമൊക്കെ പുറന്തള്ളിയതോടുകൂടി അത് ഈ ഒരു വെള്ളത്തിലാണുള്ളത്. അപ്പം ഈ വെള്ളം വറ്റിച്ചെടുക്കണം. അതായത് നിങ്ങൾ അതിൽ നിന്ന് ചിക്കനെ മാത്രം കോരിയെടുക്കരുത്, വറ്റിച്ച് എടുക്കണം. അങ്ങനെ ചിക്കനെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. എൻ്റെ വീഡിയോ എടുക്കലും കുക്കിങ്ങും രണ്ടും ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ, വേറെ സ്റ്റാൻഡോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ടും ഞാൻ ചെയ്യുന്നത് കൊണ്ട് വീഡിയോ എന്ന ഓപ്ഷനിൽ കൈ തട്ടുന്നതിന് പകരം സ്ലോമോ എന്ന ഓപ്ഷനിൽ കൈ തട്ടിപ്പോവും. അപ്പോൾ അറിയാതെ ഇങ്ങനെ സ്ലോമോ വീഡിയോ വരുന്നതാണ് കേട്ടോ. ചിലതൊക്കെ സ്ലോമോ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണെങ്കിലും ഇത് ഞാൻ അറിയാതെ വന്നൊരു സ്ലോമോ ആണ്. അങ്ങനെ ഇതിലേക്ക് നമുക്കുള്ള വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാം. ഞാൻ അതിലേക്ക് വൈറ്റ് സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എഗ് വൈറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 എഗ്ഗിൻ്റെ വൈറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതും അറിയാതെ സ്ലോമോ ആയി പോയതാണ്, വേണം എന്ന് വിചാരിച്ചിട്ടല്ല. വീഡിയോ സ്ലോമോ ആണെന്ന് കരുതി സ്കിപ്പ് ചെയ്യേണ്ട. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ 2 3 ഷവർമ മാത്രം വേണ്ടതെങ്കിൽ ഒരു എഗ് വൈറ്റ് എടുത്താൽ മതി. അല്ല ഒരു 6 8 ഷവർമ ഒക്കെ വേണം എന്നുള്ളവർ എന്തായാലും ഒരു 2 എഗ് വൈറ്റ് തന്നെ എടുക്കണം. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിൽ ഒരിക്കലും വെള്ളത്തിൻ്റെ അംശം പാടില്ല. കാരണം ഈ എഗ് വൈറ്റും മിക്സിയുടെ ജാറിലുള്ള വെള്ളം കൂടി ചേർന്നാൽ ഒരിക്കലും അത് മിക്സ് എത്ര ചെയ്താലും നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു തിക്കിലേക്ക് വരില്ല. ഒരു വെള്ളത്തിൻ്റെ പോലെ ഇങ്ങനെ കടന്ന് കറങ്ങത്തേ ഉള്ളൂ. എത്ര ഓയിൽ ഒഴിച്ചാലും നമ്മൾ ഓയിലും നഷ്ടപ്പെടും, അതുപോലെ നമ്മളെ ഈ ഒരു എഗ്ഗും നഷ്ടപ്പെടും. അതിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. മിക്സിയുടെ ജാറിൽ വെള്ളമില്ലാതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഞാൻ ഇവിടെ ആവശ്യാനുസരണം 2 എഗ് വൈറ്റാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചധികം 6 7 എന്ന രീതിയിൽ കുറച്ച് ഷവർമ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ 2 എഗ് വൈറ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ
ഫ്രിഡ്ജിൽ വെച്ച എഗ്ഗാണ് യൂസ് ചെയ്യണതെങ്കിൽ ഒരിക്കലും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് സോസ് ഉണ്ടാക്കാൻ തുനിയരുത്. അത് നമ്മളെ സമയം നഷ്ടപ്പെടും. അത് സോസ് ഒരിക്കലും തിക്കായിട്ടുള്ള രീതിയിൽ കിട്ടത്തില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്നുള്ള തണുപ്പിനെ ആഗിരണം ചെയ്തിരിക്കുന്ന എഗ്ഗായിരിക്കും. അപ്പോൾ ഈ എഗ്ഗ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കുമ്പോൾ അതിൽ നിന്നുള്ള ഒരു തണുപ്പിനെ പുറം തള്ളുമ്പോൾ അത് വെള്ളമായിട്ട് മാറുകയും പിന്നെ നമ്മൾ എഗ്ഗ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് വെറുതെ ഒരു വെള്ളം ഇങ്ങനെ കറങ്ങണ രീതിയിലാവുകയേ ചെയ്യുള്ളൂ. ഒരിക്കലും നമുക്കൊരു തിക്ക് മയോനൈസ് അവിടെ കിട്ടാൻ പോണില്ല. അപ്പോൾ കുറച്ച് നേരം എഗ്ഗിനെ പുറത്ത് വെച്ച് പുറത്ത് ഒരു ടെമ്പറേച്ചറിലേക്ക് മാറിയതിന് ശേഷം മാത്രം നിങ്ങൾ സോസ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആവശ്യത്തിനുള്ള എഗ് വൈറ്റിനെ എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇതേപോലെ ഒന്ന് പതുക്കെ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ഒന്നാക്കിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒറ്റ കറക്കിൽ അങ്ങനെ ഫുള്ളായിട്ട് ചെയ്യല്ല. ഒന്ന് കറക്കുക, ഒന്ന് നിർത്തുക, കറക്കുക, നിർത്തുക എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു സോസിനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിപ്പോൾ എഗ് വൈറ്റ് മാത്രം ഇട്ടിട്ടാണ് അതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു പത കെട്ടിയ രൂപത്തിലായിട്ടുണ്ടാവും. അങ്ങനെ പത കെട്ടിയ രൂപത്തിലായാൽ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക. പിന്നെ ഇതേപോലെ തന്നെ നേരത്തെ കാണിച്ചെന്ന പോലെ തന്നെ ബാക്കും ഫ്രണ്ടിലോട്ടും ആയിട്ട് ഇങ്ങനെ ഒന്ന് കറക്കുക. നിങ്ങൾക്ക് തിക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് അങ്ങനെ തിക്കാക്കുക. പിന്നെയും തിക്ക് കൂടണമെങ്കിൽ അതിനനുസരിച്ച് സൺഫ്ലവർ ഒഴിക്കുക. അപ്പോൾ തിക്ക് കൂടും. പിന്നെ ആവശ്യത്തിനുള്ള ലെമൺ ജ്യൂസും. ഒരുപാട് ലെമൺ ജ്യൂസ് ആയാൽ ഭയങ്കര പുളിപ്പാണ് തോന്നുക. അപ്പോൾ ഒരു ആവശ്യത്തിനുള്ള ലെമൺ ജ്യൂസും ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പിടാൻ ശ്രദ്ധിക്കുക. ഉപ്പൊരു നുള്ള്, ഒരു പിഞ്ച് മാത്രം എടുത്തിടാവൂ. നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ കുറേ ആയിട്ട് തോന്നുമെങ്കിലും ഉപ്പ് നമ്മളൊരു അര സ്പൂണോ അതിലോ ഇട്ടാൽ ഭയങ്കര കയ്പ്പായിട്ട് വരും. അപ്പോൾ അതിൽ നിൽക്കരുത്. ഒരു പിഞ്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ഇത് നേരത്തെ പോലെ കറക്കിയെടുക്കാം. പിന്നെ നമ്മൾ ചപ്പാത്തിയിലാണ് ഈ ഒരു ഷവർമയെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സൗദി ഷവർമ ചപ്പാത്തിയിലാണോ എന്ന്. അല്ല, അവിടുത്തെ ഒരു തരം റൊട്ടിയിലാണ് കിട്ടാറ്. അപ്പോൾ ഞാൻ അതിന് പകരം ഇവിടെ ചപ്പാത്തി എടുക്കണം. കുട്ടികൾക്ക് കടിക്കാൻ സോഫ്റ്റിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ ചപ്പാത്തി ഈ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ആക്കിയതുകൊണ്ട് അത് കുട്ടികൾക്ക് സോഫ്റ്റായിട്ട് മാറും. അപ്പോൾ ആവശ്യത്തിനുള്ള സോസ്, വൈറ്റ് സോസ് അതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ടൊമാറ്റോ സോസും ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കായതുകൊണ്ട് കുറച്ചധികം ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച നമ്മുടെ പൊട്ടാറ്റോ, ചിക്കൻ ഇതൊക്കെ ആവശ്യത്തിന് ഇടുക. എൻ്റെ കുട്ടികൾ ഈ കുക്കുംബർ ഒന്നും കഴിക്കാത്തത് കാരണം ഞാൻ കുക്കുംബർ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ചില്ലി സോസും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ചില്ലി സോസ് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. കുട്ടികൾക്ക് അത് എരിയും എന്നുള്ളൊരു പേടി കാരണം തന്നെയാണ് ഞാൻ ചില്ലി സോസ് ആഡ് ചെയ്യാത്തത്. അങ്ങനെ റോൾ പേപ്പറിൽ വെച്ചിട്ട് ഞാൻ ആദ്യം ചപ്പാത്തി ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. പിന്നെയാണ് റോൾ പേപ്പർ അതിൻ്റെ കൂടെ ഒന്ന് റോൾ ചെയ്ത് വരുന്നുള്ളൂ. അങ്ങനെ ഞാനൊരു 6-7 ഷവർമ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സൗദി ഷവർമയിൽ ഞാൻ അങ്ങനെ വെജീസ് ഒന്നും കണ്ടിട്ടില്ല. ഒന്നില്ലെങ്കിൽ കുക്കുംബർ അല്ലെങ്കിൽ പച്ചമുളക് ഈ രീതിയിലാണ് കാണാറുള്ളത്. ഫുള്ളായിട്ട് ഞാൻ അവിടെ നിന്ന് കഴിച്ച ടേസ്റ്റിലേക്ക് അല്ലെങ്കിലും ഏകദേശം ആ ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു ഷവർമ കഴിച്ചാൽ തന്നെ കുട്ടികളെ വയറ് നന്നായിട്ട് നിറയും. പൊട്ടാറ്റോയുടെ സ്കിന്നോർക്കിനെ കൂടിയാണ് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഗ്യാസിൻ്റെ പ്രശ്നം ആ ഒരു സ്കിന്നിൽ നിന്ന് നമുക്ക് നമ്മുടെ ശരീരം തന്നെ റിമൂവ് ചെയ്ത് തരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഷവർമ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും മറക്കല്ല കേട്ടോ.